നമസ്കാരം. നമ്മൾ കൃഷിയിലെ കേരളപ്പഴമ എന്ന് പറയുന്ന ആർ ഗോപിമണിയുടെ ഒരു ലേഖനം പഠിക്കാനുണ്ട്. കേരള സംസ്കാര പഠനങ്ങൾ എന്ന പുസ്തകത്തിലെ കാർഷിക പാരമ്പര്യം എന്ന ലേഖനത്തിൻ്റെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കൃഷിയിലെ കേരളപ്പഴമ എന്ന് പറയുന്നത്. ആ പാഠഭാഗം ഒന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഡോക്ടർ ആർ ഗോപിമണി മലയാളത്തിലെ ശാസ്ത്ര ലേഖകരിൽ പ്രമുഖനാണ്. സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ ശാസ്ത്ര സത്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ശാസ്ത്രലേഖനങ്ങളുടെ പൊതുവായ ലക്ഷ്യം. ഗോപിമണിയുടെ രചനകൾ ശാസ്ത്രത്തെ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. കേരള സംസ്കാര പഠനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 2ാം വാല്യത്തിലാണ് ആർ ഗോപിമണിയുടെ കാർഷിക പാരമ്പര്യം എന്ന് പറയുന്ന ലേഖനം ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രസ്തുത ലേഖനത്തിൻ്റെ ഒരു കാതലായൊരു ഭാഗമാണ് കൃഷിയിലെ കേരളപ്പഴമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാർഷിക പാരമ്പര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതേപോലെ കൃഷിയിൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾ തികച്ചും വ്യത്യസ്തമായൊരു ഭൂമിശാസ്ത്രവും കാലാവസ്ഥയുമാണ് കേരളത്തിനുള്ളത് എന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പൊതുവിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വ്യാപിക്കുന്ന 3 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ്. കിഴക്ക് മലനാട്ടിൽ പർവ്വതനിരകളും നിബിഡ വനങ്ങളും കാണുമ്പോൾ ഇടനാട് ചെറുകുന്നുകളും അവയ്ക്കിടയിലെ അടിവാരങ്ങളും നെല്ല്, തെങ്ങ്, റബ്ബർ, കാപ്പി, തേയില തുടങ്ങിയ കൃഷികളാൽ സമൃദ്ധവുമാണ്. പിന്നെ പടിഞ്ഞാറാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കായലുകളും തോടുകളും അതുപോലെ അവയ്ക്കിടയിലെ നെൽവയലുകളും തെങ്ങിൻ തോപ്പും ഒക്കെയാണ് മുഖ്യം. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വെറും പൂഴിമണൽ നിറഞ്ഞ പ്രദേശങ്ങളെയാണ് നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ പറയുന്നത് കേട്ടോ. കാർഷിക പശ്ചാത്തലം വയനാട്ടിൽ സമൃദ്ധമായ കാപ്പിത്തോട്ടങ്ങൾ വളരുന്ന കറുത്ത പശ്ചിമരാശി മണ്ണിൻ്റെ ഗുണമൂല്യങ്ങൾക്ക് ഒട്ടും നിരക്കുന്നതല്ല പാലക്കാട്ടെ പരുത്തിക്കരി മണ്ണ്. മറ്റെല്ലാ മേഖലകളും വ്യത്യസ്തമായി ക്ഷാരഗുണം കാണിക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ ഭൂപ്രകൃതി പല രീതിയിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ചരിത്ര പശ്ചാത്തലത്തെ കേരളത്തിൻ്റെ കൃഷിയുടെ കേരളപ്പഴമ അതുപോലെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ കാലവർഷം, തുലാവർഷം എന്നിങ്ങനെ 2 കാലങ്ങളിലായിട്ട് നമുക്ക് മഴ കിട്ടുന്നതിനെക്കുറിച്ച് 300 സെൻറ്റിമീറ്ററോളം മഴ ലഭിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള എന്താ പറയുക കൃഷി രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. പല കാലാവസ്ഥക്കനുസരിച്ചിട്ടല്ലേ നമ്മുടെ നാട്ടിലെ കൃഷി ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു ചരിത്ര പശ്ചാത്തലം എന്നുള്ള ഈ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത്. പിന്നെ അതായത് നമുക്കിവിടെ എന്താ പറയുക നെൽകൃഷി സമ്പ്രദായങ്ങളുടെ സംഖ്യ പരിശോധിക്കുമ്പോൾ 60 ദിവസം കൊണ്ട് 30 തരം നെൽവിത്തുകൾ പോലും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനർത്ഥം മൂപ്പ് കൂടിയ വന്യ ഇനങ്ങളിൽ നിന്ന് മൂപ്പ് കുറഞ്ഞ ഞവര പോലുള്ള നെല്ലിനങ്ങളും വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രവണത ഭാരതത്തിന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അതുപോലെ തന്നെ കേരളത്തിലെ നെൽകൃഷി ഇവിടെ സമൃദ്ധമായി കണ്ടിരുന്ന ചേറ്റുവയലുകളിൽ ഞാറ് നട്ട് വളർത്തുന്ന രീതിയിലേക്ക് വികസിച്ചു. പിന്നെ പാലക്കാട് ചുരത്തിലൂടെയുള്ള അതിശക്തമായ ഏതോ നേതൃത്വത്താൽ നയിക്കപ്പെട്ട അതിസംസ്കൃതമായ ഒരു കാർഷിക ജനത ഇവിടേക്ക് കുടിയേറിയതോടെ ആവണം ഇവിടെ മറ്റൊരു രീതി വന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ ഈ ഒരു ലേഖനത്തിൽ. പിന്നെ മാർക്കോ പോളോ കണ്ട കേരളം എന്ന് പറയുന്നുണ്ട്. അതായത് 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരള തീരത്തുകൂടി സഞ്ചരിച്ചതിൻ്റെ സ്മരണകൾ അവശേഷിപ്പിച്ച മാർക്കോ പോളോ ഇവിടെ ആകെക്കൂടി കണ്ട പ്രധാന വിള കുരുമുളക് മാത്രമായിരുന്നു. അതാകട്ടെ യാതൊരു ചിട്ടയും അടുക്കുമില്ലാത്ത രീതിയിൽ സകല വൃക്ഷങ്ങളിലും പടർത്തി വളർത്തിയ രീതിയിലായിരുന്നു അത്രേ മാർക്കോ പോളോ ഇവിടെ സന്ദർശിക്കുന്ന സമയത്ത് കേട്ടോ. പുരയിടങ്ങളിലൂടെ കയറിറങ്ങിയിട്ടുള്ള കാൽനട യാത്രയിൽ വീടുകൾക്ക് അതിരിടുന്ന വേലിക്കെട്ടുകളുടെ അഭാവം മാർക്കോ പോളോ എടുത്തു പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരൊറ്റ മുണ്ട് മാത്രമാണ് ഈ പ്രദേശത്തുകാരുടെ വസ്ത്രധാരണ രീതി എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ പക്ഷേ അദ്ദേഹം അതേപോലെ പറയുന്നുണ്ട് രാജാവിന് പോലും ഒരു ലളിതമായ വസ്ത്രധാരണ രീതിയാണെന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം കണ്ട രാജാക്കന്മാരായിരിക്കില്ല, ചിലപ്പോൾ നാടുവാഴി അങ്ങനെയുള്ള ആളുകളായിരിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ ഒരു രീതിയിലാണ് അദ്ദേഹം കണ്ട കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങ് കൃഷിയൊന്നും കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡച്ചുകാർ വന്നതിന് ശേഷമാണ് നമുക്ക് തെങ്ങ് കൃഷിയൊക്കെ ശാസ്ത്രീയമായിട്ട് ഉണ്ടായത്. അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ
നമുക്ക് തെങ്ങിന് കുഴിയൊന്നും എടുക്കുന്ന അങ്ങനെ ശാസ്ത്രീയമായ രീതിയല്ല. 3 അടി ചതുരവും ആഴമുള്ള കുഴികളെടുത്ത് അതിനുള്ളിൽ വിത്ത് തേങ്ങ മൂടിയിരിക്കാൻ പാകത്തിലുള്ള കള്ളക്കുഴി തയ്യാറാക്കി 9% മൂപ്പെത്തിയ കണ്ണാടിക്കനമുള്ള നല്ല പീലിത്തൈകൾ തിരഞ്ഞെടുത്ത് നടാൻ കേരളീയരെ പഠിപ്പിച്ചത് ഡച്ചുകാരാണ് എന്ന് പറയുന്നുണ്ട്. അതായത് മാർക്കോ പോളോ ഒക്കെ എന്താ പറയുക കണ്ട കേരളം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യം ഇവിടെ വെറും എന്താ പറയുക കുരുമുളക് മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു ശാസ്ത്രീയമായ രീതിയിലൊന്നും അല്ലാത്ത ഒരു സമ്പ്രദായമായിരുന്നു. പിന്നെ ഡച്ചുകാർ വന്നതിന് ശേഷമാണ് നല്ല രീതിയിലുള്ള ഒരു എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കൊരു എന്താ പറയുക ഒരു മാതൃക നൽകിയത് എന്നാണ് ഈ ഒരു ലേഖനത്തിലൂടെ പറയുന്നത് കേട്ടോ. പിന്നെ സസ്യകുടിയേറ്റങ്ങളുടെ കാലം എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്കുള്ള പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം കാണപ്പെട്ടിരുന്ന അനേകം പുതിയ വിളകളുടെ രംഗപ്രവേശം ഇവിടെ ഉണ്ടാകുന്നത്. അതായത് റബ്ബർ, മരച്ചീനി, കൊല്ലമുളക്, അതായത് വറ്റൽമുളക് ഉണ്ടല്ലോ അത്, തക്കാളി, നിലക്കടല, പപ്പായ, പേര, കൈതച്ചക്ക ഇങ്ങനെയുള്ള ധാരാളം വിളയിനങ്ങൾ 15-16 നൂറ്റാണ്ടുകളിൽ ഇവിടേക്ക് പറിച്ചു നട്ടപ്പെട്ടവയാണ്. കേരളത്തിൽ നിലക്കടയ്ക്ക് കപ്പലണ്ടി, അതേപോലെ വറ്റൽമുളകിന് കൊല്ലമുളക് എന്നൊക്കെ പേര് ലഭിച്ചത് ഇതിൻ്റെ ഇങ്ങനെ കുടിയേറി വന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അക്കാലത്ത് കേരളത്തിലെ കുരുമുളക് ഏതാണ്ട് വന്യ അവസ്ഥയിൽ നാടൊട്ടുക്കും വളർന്നതുകൊണ്ട് അവ ശേഖരിക്കാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ അനുവാദത്തോടെ പോർച്ചുഗീസുകാർ നാട്ടിൻപുറങ്ങളിൽ പണ്ടകശാലകൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ കേവലം 2 നൂറ്റാണ്ടുകൾ മുൻപ് പോലും കൊല്ലം തുറമുഖത്ത് വളരെ ദൂരെ വന്നിരിക്കുന്ന പോർച്ചുഗീസ് കപ്പലുകളിലേക്ക് വേണ്ട കുരുമുളകുകൾ പൊതിക്കാളകൾ എന്നറിയപ്പെടുന്ന അതിപ്രാകൃതമായ ഒരു പരിവഹന സമ്പ്രദായത്തിലൂടെയാണ് നാട്ടിൻപുറങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരുന്നത്. അതുപോലെ തന്നെ ചെറിയ 2 ചാക്ക് സഞ്ചികളിൽ നിറച്ച കുരുമുളക് ഒരൊറ്റ കാളയുടെ ചുമലിലൂടെ ഇട്ട് അവയെ നടത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ പൊതിക്കാളകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 200 കൊല്ലം മുൻപ് വരെയും കേരളത്തിലെ കാളവണ്ടികൾ ഒരു സുലഭ കാഴ്ചയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വണ്ടിക്കാളകൾ ഒരു അസുലഭ കാഴ്ചയായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഒരു ഇതിൽ പറയുന്നത് ഒരു ചെറിയ ചാക്കുകളിൽ നിറച്ചിട്ട് ഒരൊറ്റ കാള, അങ്ങനെ കാളവണ്ടി പറയുമ്പോൾ 2 കാള ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒറ്റ കാളേൻ്റെ പുറത്തായിരുന്നു വെച്ച് കൊണ്ടുപോയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് എന്താ പറയുക ഈ ഒരു വറ്റൽമുളകിനൊക്കെ കൊല്ലമുളക് എന്നൊക്കെ വിളിപ്പേരൊക്കെ ഉണ്ടായത് കൊല്ലത്തുണ്ടായിരുന്ന മയ്യനാട് എന്ന ഗ്രാമത്തിൽ ഉള്ള എന്താ പറയുക അവിടെയൊക്കെ വെച്ചിട്ട് അതുവഴിയൊക്കെ കൊണ്ടുവന്നത് കൊണ്ടൊക്കെയാണ് അത് ഇങ്ങനെ മീൻസ് എന്താ പറയുക തുറമുഖങ്ങളിലൂടെയൊക്കെ കൊണ്ടുവന്നതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ പാരമ്പര്യങ്ങളെ അട്ടിമറിച്ച ഭൂനിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ഭൂപരിഷ്കരണ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം. റബ്ബർ, കാപ്പി, തേയില, ഏലം എന്നീ 4 വിളകൾ ഒഴിച്ചുള്ള കൃഷിഭൂമിക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടു. 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഈ നിയമം പൂർണ്ണമായി നടപ്പിലായത് വീണ്ടും ഒരു പതിറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടാണ്. തൽഫലമായി തെങ്ങിൻ തോട്ടങ്ങളും നെൽവയലുകളും പള്ളിയാൽ നിലങ്ങളും മറ്റെല്ലാ കായൽ കരഭൂമികളും തുണ്ടുതുണ്ടുകളായി വിഭജിക്കപ്പെട്ടു. അതായത് കൃഷിഭൂമിക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ട് അതെല്ലാം പല രീതിയിൽ വിഭജിച്ചു. 5 ഏക്കറിൽ കവിഞ്ഞ വിസ്താരമുള്ള കൃഷിഭൂമികൾ കേരളത്തിൽ അപൂർവമായി തീർന്നു. ഇന്ന് നമ്മുടെ മൊത്തം കൃഷിയിടങ്ങളിൽ 46% 1 ഹെക്ടറിൽ താഴെ വിസ്താരമുള്ളവയാണ് എന്ന് നമുക്ക് സെൻസസുകളൊക്കെ പറയുന്നുണ്ട് എന്നതാണ്. അതായത് ഒരുപാട് കൃഷിഭൂമി ഇല്ലാതെ കൃഷിഭൂമിക്ക് ഒരു പരിധി നിശ്ചയിക്കുകയാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നതിലൂടെ നടപ്പിലായത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അടുത്തൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഈ ഒരു എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, എന്ന് മുതലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കേരളത്തിൻ്റെ സാമൂഹ്യ പരിസ്ഥിതി, രാഷ്ട്രീയ ഇടപെടൽ, വൈദേശിക സ്വാധീനം എന്നിവയിലൂടെ രൂപപ്പെട്ട നമ്മുടെ കാർഷിക പാരമ്പര്യ ചരിത്രത്തിൻ്റെ ഒരു സമഗ്രവും അതേപോലെ വസ്തുതാപരവുമായി മനസ്സിലാക്കുന്ന ഒരു ലേഖനമാണിത്. കേവലമായ ഒരു വിവരണാത്മക അതിനപ്പുറത്തേക്ക് വിമർശനാത്മകമായ ഒരു വിശകലനത്തിലേക്ക് കടക്കുന്ന ഒരു ലേഖനം എന്നൊരു പ്രസക്തി കൂടി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ലേഖനത്തിന് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിന് വിശദമായിട്ട് നമുക്ക് മറ്റേ ഭൂപരിഷ്കരണ നിയമവും മറ്റും ഒക്കെ വരുന്ന പ്രസ്ഥാനങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയും ഇനി അടുത്ത് വരുന്ന വീഡിയോകളും ഒക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.